ഇന്ന് നമ്മൾക്കെല്ലാവർക്കും ഏറെ പ്രിയം മനസ്സിലുള്ള നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരുപാട് നമുക്ക് തന്നെ ചിന്തകൾ തെളിയിച്ചു തന്ന വരികൾ ബാക്കി നിർത്തി തന്ന നമ്മുടെ സുഗതകുമാരി ടീച്ചർക്ക് വിട ചൊല്ലുന്ന ദിവസമാണ്. ശുഭരാത്രി നേരത്ത് ആ ഓർമ്മകളല്ലാതെ ഒന്നും ബാക്കില്ല. എനിക്കുറപ്പാണ് ആ രഥം നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഉമ്മറവാതുകൾ ഒരു മാത്രം നിന്നിട്ടുണ്ടാവും. എന്നിട്ട് കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നിങ്ങൾക്കായുമൊക്കെ ആ സ്മിതം തന്നിട്ടുണ്ടാവാം. കാരണം നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ മനസ്സ് ഏറ്റവും അറിഞ്ഞ ഒരാളല്ലേ ടീച്ചർ. എന്നിട്ട് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, കവിതയ്ക്കു കൈനീട്ടി വന്നവളെ വെറും കരവുമായി പോകൂ, തിരിച്ചു പോകൂ. പക്ഷേ നമ്മൾ കവിതയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ ടീച്ചറുടെ പിന്നാലെ, ടീച്ചറിൻ്റെ എപ്പോഴും അടുത്ത് ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ബാക്കി തിരുത്തി പറഞ്ഞിട്ടുണ്ടാവാം, ഇനി മനസ്സിലെന്തുള്ളതെന്നോ കനിവിൻ്റെ 4-5 തുള്ളി മാത്രം. 4-5 തുള്ളിയൊന്നുമല്ല, കനിവ് ആർക്കൊക്കെ കൊടുക്കുക എനിക്കറിയില്ല. നമുക്ക് ടീച്ചർ അറിയാത്ത എത്രയോ ആൾക്കാർക്ക്, പ്രകൃതിക്ക്, വിഷമാവസ്ഥയിലുള്ള ആർക്കാണെങ്കിലും. പക്ഷേ അതിനൊരു ടീച്ചറുടെ കണിശത പലപ്പോഴും ഉണ്ടായിരുന്നു എന്ന് മാത്രം. അങ്ങനെയൊക്കെ ഒപ്പമുണ്ടായിരുന്ന ടീച്ചറെ അക്രൂരൻ വൃന്ദാവനത്തിൽ നിന്ന് കൃഷ്ണനെ എങ്ങനെയാണോ കൂട്ടിക്കൊണ്ടുപോയത് അതുപോലെ കൂട്ടിക്കൊണ്ടുപോയൊരു ദിവസമാണ് ഇന്നെന്നാണ് എനിക്ക് തോന്നുക. നമ്മളെല്ലാവരും ആ കവിതയിലെ പോലെ തന്നെ ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കെ, രഥചക്രഘോഷം കുളമ്പൊച്ച ഞാൻ എൻ്റെ മിഴിപൊക്കി നോക്കിടും നേരം, നൃപചിഹ്നമാർന്ന കൊടി ഇളകുന്ന തേരിൽ നീ നിറതിങ്കൾ പോലെ വിളങ്ങുന്നു, കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ, തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചുവന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഇന്നൊരുപാട് പോസ്റ്റുകൾ വായിച്ചു, അമ്മേ എന്ന് എല്ലാവരും വിളിക്കുന്ന. ഞാൻ പെട്ടെന്ന് ഓർക്കുമായിരുന്നു, ഞാൻ ഒരിക്കലും അമ്മ എന്ന് വിളിക്കാറില്ല, വിളിച്ചിട്ടില്ല. അല്ല, ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്, അത് പക്ഷേ ചങ്ക് പൊട്ടിയുള്ളൊരു വിളിയായിപ്പോയി. അതായത് ഞാൻ നൊസ്റ്റാൾജിയല്ല, ഞങ്ങൾ ഒരിക്കൽ അമ്മമാർക്ക് ആദരവ്, അങ്ങനെ 5 അമ്മമാരെ ഔദ്യോഗികമായി ആദരിക്കുന്ന ഒരു ചടങ്ങ് വെച്ചു, അമ്മ ദിനം എന്ന് പറയുന്നത് തേഴ്സ്ഡേക്ക്. അപ്പോൾ അതിന് ക്ഷണിക്കാനായി ഞാൻ അടുത്ത് ചെന്നപ്പോൾ അത്ര ഇഷ്ടമായില്ല ഐഡിയ. അപ്പോൾ എന്തിനിപ്പം ഞങ്ങളെ ആദരിക്കുന്നത് 5 അമ്മമാരെ എന്നൊക്കെ പറഞ്ഞു. എന്തിനാ ആദരിക്കുന്ന, ഇപ്പം അമ്മമാരെയൊക്കെ ആദരിക്കുന്നതാണോ കച്ചവടം? എനിക്ക് സങ്കടം വന്നു. പിന്നെ ശരിക്കും സങ്കടപ്പെട്ടു. അപ്പോൾ വിളിച്ചു, അമ്മമാരെ ആദരിക്കുക എന്നത് കച്ചവടത്തിനാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണിതെന്ന് അപ്പം എനിക്ക് ഉറപ്പാണല്ലോ. അതുതന്നെയാണ് ഈ ആദരവിന് പിന്നിൽ. അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ സുഗതകുമാരി ടീച്ചറിനോട് ഇങ്ങനെ ചോദിച്ചു എന്നും പറഞ്ഞു. മറുപടി പ്രസംഗത്തിൽ ആ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ സംഭവത്തിനാണ് ടീച്ചർ ഏറെ മറുപടി പറഞ്ഞതും. അന്ന് വളരെ സന്തോഷമായിട്ട് വന്നു, സ്നേഹമായിട്ട് വന്നു. ഒപ്പം നമ്മൾ ആദരിച്ച ജാനകി അമ്മ, പാട്ടുകാരി, കവിയൂർ പൊന്നമ്മ ചേച്ചി, ലീലാവതി ടീച്ചർ, ലീല ചേച്ചി സുഗതകുമാരി കൂട്ടായിട്ട്, പിന്നെ അന്ന് ലീല ചേച്ചിയുടെ കൂടെ കിടന്ന് അങ്ങനെയൊക്കെയാണ് പോയത്. വിളിച്ച് ഒരുപാട് സന്തോഷമായൊരു ദിവസമായിരുന്നു അന്ന്. ടീച്ചർ അതിനപ്പുറം ഒത്തിരി അങ്ങ് അടുപ്പം തോന്നുന്നത്, ഇടയ്ക്ക് സ്നേഹിതയെ പോലെ അങ്ങ് അടുപ്പം തോന്നും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനും കവിത കൊണ്ട് തന്നെ ഉത്തരം പറയാം. പണ്ടെൻ്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർകോരിയണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി. സ്നേഹിക്കുമ്പോൾ, പ്രണയിക്കുമ്പോൾ ഒക്കെ വാക്കുകൾ തരുന്നത്, വരികൾ തരുന്നത്, എക്സ്പ്രഷൻ തരുന്നത്, അങ്ങനെ എന്തെല്ലാമാണ് ടീച്ചർ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെറുതെ ഒരു ചഞ്ചലമായ ഒരു സംഭവം അല്ല സ്നേഹം എന്ന് പറയുന്നത്. അതിന് എത്രയോ തലങ്ങളുണ്ട് എന്ന് പല കവിതകളിൽ കൂടി. സ്നേഹത്തിലെങ്ങനെ സ്വാതന്ത്ര്യം എടുക്കാമെന്നത് രാധയുടെയും കൃഷ്ണൻ്റെയും സ്നേഹത്തിൻ്റെ കവിതകളിലൂടെ. അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും വലുത്, അങ്ങനെ വലുതെന്ന് പറയല്ല, ഞാനങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ലക്കാനൊക്കെ ഇത്തിരി ഇന്ന് കുറവാണ്. എനിക്ക് പെട്ടെന്ന് ഏറ്റവും എന്നെ ഞെരുക്കുന്ന ഒരു സംഭവം, എത്ര ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ചിലപ്പോൾ ഏകാന്തത, ഞാൻ തനിച്ചാണെന്നൊരു തോന്നലുണ്ട്. അത്തരം തോന്നലുകളിൽ ഞാൻ
എപ്പോഴും കൂടെ എടുക്കുന്ന കുറച്ച് ലൈൻസ് ഉണ്ട്. ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചൊട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്. ആ പാട്ടിൽ ആഹ്ലാദത്തേനുണ്ട്, കനിവിഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. നമ്മുടെ ചിലപ്പോൾ എഴുത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആരും ശ്രദ്ധിക്കുന്നില്ല, അത് വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഒരു സങ്കടം ഇല്ലാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അത്തരം സങ്കടങ്ങളിൽ ഈ വരികൾ എത്ര ഊർജ തരുന്നതെന്നറിയോ? അങ്ങനെ അതുപോലെ വേറൊന്നുണ്ട്. ടീച്ചറെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ വരുന്ന അമ്പലമണികളിലെ ലൈൻസ് ഉണ്ട്. അതിശാന്തമാം ഗാഠമൂകത തനിച്ചു ഞാൻ അത് നോക്കിയോർത്തു നിൽക്കുമ്പോൾ ഉള്ളിൽ പൊടുന്നനെയൊരാർദ്രമാം മണിയൊച്ച അല്ലിൽ തനിച്ച് വിളിയാരോ. മണിമുട്ടിയാരെ വിളിച്ചുയർത്തുന്നു ഞാൻ ഇരുളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ. ഓട്ടുമണി എന്ന ആ നാദം തുളുമ്പുന്നു, കാറ്റിലാ നേർത്ത നാദം തുളുമ്പുന്നു. ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ എത്ര അധികമാണ് ഈ വരികൾ എനിക്ക് എന്നും ജീവിതത്തിൽ കൂട്ടുവന്നിട്ടുള്ളത്. ടീച്ചറോട് യാത്ര പറയാനും അതിലെ തന്നെ മറ്റ് ലൈനാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അമ്പലത്തിരുനടയിൽ ഏകയായി സംഗീത ബിന്ദുവായി നിന്നിടുന്നോളെ, അറ്റം പിളർന്നടന്നെങ്കിലും നിന്നാദം ഒട്ടുകടഞ്ഞുവെന്നാലും തൊട്ടുപോയി കാറ്റെങ്കിൽ ഉണരുന്ന നിന്നെ ഞാൻ തൊട്ടെൻ്റെ കണ്ണിൽ വയ്ക്കട്ടെ. ഓരോ കാറ്റിലും പ്രതികരിക്കുന്ന, അവർക്ക് വേണ്ടി നാദമുയർത്തുന്ന ആ കാറ്റ് എപ്പോഴും സ്വന്തം ഊർജമാക്കി മാറ്റിയ, ആ ഊർജം നമ്മളിലേക്കൊക്കെ പകർന്നു തന്ന സുഗതകുമാരി ടീച്ചറിനെ തൊട്ടുപോയ കാറ്റിനെ ഞാനും പ്രണമിക്കട്ടെ. ശുഭരാത്രി.